It's a palm fruit which we see in before. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന റോണി നമ്മൾ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുക കേട്ടോ. ബൈ, താങ്ക് യു സോ മച്ച്. Hello guys, we are at the Oil Palm India Limited and we are going to explore the inside of the Oil Palm Limited. Oil Palm India Limited is a joint sector held by both central government and state government. In 1970, palm oil farming started in Kollam district of Kerala. ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന എണ്ണപ്പനകളാണ്. തോട്ടത്തിലിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നതിന്റെ പ്രോസസ്സിംഗ് ഒക്കെയാണ് കുട്ടികൾ കാണാൻ പോകുന്നത്. പ്രോസസ്സിംഗ് ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങോട്ടേക്കൊക്കെയാണ് ഇത് കൊടുത്തുവിടുന്നത്. ഇത്തരം കാഴ്ചകൾ കുട്ടികൾക്ക് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല അനുഭവമായിരിക്കും അത്. അതുപോലെ തന്നെ അവരുടെ അറിവ് ഈ മേഖലയിൽ വളരെ കൂടുതലായിട്ട് കിട്ടും. കൂടുതൽ അറിവ് കിട്ടുന്നതിന് ഒരു ഇൻഡസ്ട്രി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു പക്ഷേ ഈ കുട്ടികൾക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിന്റെ മെഷീനറീസ്, അതിന്റെ പാക്കിങ്, എല്ലാം നമ്മളിന്ന് കാണും. ഓക്കെ സർ. Children, how do you feel children? बहुत अच्छा लग रहा है. अच्छा. So we are Trindilizam situated in a coastal region. We are coming from there, and we are in a high range, and it feels so good, and it's a little bit cold there. Like we don't feel any like this much cold over the coastal region. Yes, there's cold, but not this much. It's so beautiful. The scenery over here, these are very beautiful. Yeah. Okay, children. So this is oil palm. നമ്മൾ ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫ്രൂട്ടിനെ ഇവിടെ കൊണ്ടുവന്നാണ് ഡംപ് ചെയ്യുന്നത്. ഡംപ് ചെയ്തതിനു ശേഷം നേരെ താഴോട്ട് ലോഡ് റാമ്പിലോട്ട് ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോഡ് റാമ്പിലോട്ട് ഇത് താഴെ ചെന്ന് നമ്മൾ മറ്റേ ഗേജിനകത്തോട്ട് മാറ്റി ചെയ്യുന്നത്. ഇതിപ്പം പുറത്തുനിന്ന് വരുന്ന ഈ ഫ്രൂട്ടിനകത്ത് ഈ പുറത്തിരിക്കുന്ന ഭാഗം നമ്മൾ പ്രസ് ചെയ്ത് നമ്മളെ കുക്ക് ചെയ്യാനുള്ള ഓയിലിനായിട്ടുള്ളതും അകത്ത് വരുന്നതിനകത്ത് കുരുനട്ട് എന്ന് പറയുന്ന സംഭവം അത് കൊണ്ടുവന്ന് കെർണൽ ഓയിൽ കൊണ്ടുവന്ന് നമ്മളെ വിളക്കെണ്ണ, സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഓയിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ കെർണൽ ഓയിൽ എന്ന് പറയും. ഓയിൽ പാം ഇതൊക്കെ ഇവിടെ വന്ന ഡംപായിരിക്കുന്നല്ലേ. ലോഡ് റാമ്പിലോട്ട് തള്ളിയ പഴം ഇവിടോട്ട് നമ്മൾ ഗേജിനകത്തോട്ട് മാറ്റി ചെയ്യണം. താഴെ നമ്മളെ ബോക്സ് കണക്കാം. ട്രെയിനിന്റെ ബോഗി പോലെ. അതിനകത്തോട്ട് അത് ചെയ്യുന്നത്. ഇവിടെ ഷട്ടർ കണക്കാം. ഷട്ടർ നമുക്ക് ഇത് വെച്ച് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഷട്ടർ മേലിലോട്ട് പൊങ്ങുമ്പോൾ അത് നേരെ വന്ന് ഈ ഗേജിനകത്തോട്ട് വന്ന് വീഴുമായിരുന്നു. നമുക്ക് പൊക്കാൻ പറ്റും. പൊക്കി കഴിയുമ്പോൾ ഇത് നേരെ വന്ന് ഈ ഗേജിനകത്തോട്ടാണ് മറിയുന്നത്. ഇത് ഒരു ഗേജ് എന്ന് പറഞ്ഞാൽ 5 ടൺ കപ്പാസിറ്റി ഉള്ളതാണ്. ഒരു ഗേജ് 5 ടൺ കപ്പാസിറ്റി ഉള്ളതാണ്. ഒരു ഗേജ് എന്ന് പറയുന്നത് നമ്മളെ ട്രെയിനിന്റെ സംബന്ധിച്ച പാളമാണ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാതെ ഇങ്ങനെ കയർ ഉപയോഗിച്ചാൽ അങ്ങോട്ടും. ഈ ലിവർ വലിക്കുമ്പോൾ ഈ ഷട്ടർ ഓപ്പണായി റോ ഫ്രൂട്ട്സ് എല്ലാം ഈ ബോഗികൾക്കുള്ളിലോട്ട് വന്നു വീഴും.
റോ ഫ്രൂട്ട്സ് എല്ലാം ഈ ഗേജിലോട്ട് വന്നേക്കുകയാണല്ലേ? അതെ അതെ. എന്നിട്ട് നമുക്ക് ഒരു കേജ് എന്ന് പറഞ്ഞാൽ 5 ടണ്ണാണ്. അപ്പോൾ 5 ടണ്ണ് ഒരു സമയം നമുക്ക് 50 ടണ്ണ് കയറ്റാം അതിനകത്ത്. പുഴുങ്ങാൻ കയറ്റാം. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ 5 എണ്ണം നിറച്ചിട്ടാണ് അകത്തോട് കയറ്റുന്നത്. ട്രെയിനിൻ്റെ ബോഗികൾ മൂവ് ചെയ്യുന്നത് പോലെയാണ് ഇതും മൂവ് ചെയ്യുന്നത്. ഇത് കയറുപയോഗിച്ച് കെട്ടി വലിച്ച് പാളത്തിലൂടെ കൊണ്ടുപോകും. ഓക്കെ, സോ ഇത് എങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കണ്ടോ എങ്ങനെയാണ്? കയറ് ടൈറ്റ് ആവും അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുന്നത്. ഇത് പ്രസ്സായി വരാൻ എത്ര സമയം എടുക്കും? ടീം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂർ നമ്മൾ കൊടുത്തിട്ട് അത് 2 മണിക്കൂർ കഴിയുമ്പം അത് പുഴുങ്ങി വരും, ഓക്കെ ആയി വരാൻ. അപ്പോൾ നമ്മൾ ഇവിടെ അപ്പർ സൈഡിൽ നിന്ന് അത് ഇറക്കും. അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കേജിനകത്ത് 5 ടണ്ണ്. നമുക്കിപ്പോൾ മൊത്തത്തിൽ ഒരു സമയത്ത് പുഴുങ്ങാൻ പറ്റുന്നത് 50 ടണ്ണാണ്. ഈ 2 ഇതിനകത്തുള്ള ഇത് സ്റ്റെറിലൈസറാണ്. ഇത് കാക്കുന്ന വഴിയാണ് നമ്മൾ ഇത് അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യും. ആ പാം ഫ്രൂട്ടൊക്കെ ഇതിനകത്തിട്ട് പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. സ്റ്റീമർ. ഇതിനകത്തിപ്പോൾ രണ്ട് പ്രഷർ ഗേജാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. കറക്റ്റ് ആ സൂചി സെൻറ്ററിൽ വന്നിരിക്കുമ്പോൾ നമ്മളത് കറക്റ്റ് പ്രഷറാവും. എന്നിട്ട് അത് 2.5 മണിക്കൂർ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ 2.5 hours ആണ് ഇത് വെളിയിലെടുക്കുന്നത്. ഈ ഫ്രൂട്ടൊക്കെ പുഴുങ്ങിയിട്ട് ഈ സീഡിനെ വെളിയിലെടുക്കാൻ ഒരു 1 hour കൂടെ വേണ്ടി വരുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എത്ര വരും? ഒരെണ്ണത്തിനകത്ത് 25 ടണ്ണ്, ഒരു കേജിനകത്ത് 5 ടണ്ണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ 50 ടണ്ണ്. ഈ 2 എണ്ണം കൂടെ ചേർത്ത് 50 ടണ്ണ്. 50 ടൺ തിന്നുമ്പോഴായിരിക്കും ഇത് പ്രശ്നം കേൾക്കുന്നത്? ഇല്ല, 50 ടണ്ണ് ഞങ്ങൾ കൂടത്തില്ല. സെയിം ആ ഒരളവിനായിരിക്കും ഇതിനകത്ത്. 50 ടൺ ഇടയ്ക്ക് 50 ടൺ വരുമ്പോഴാണ് അല്ലാതെ ഇടയ്ക്ക് അങ്ങനെ കയറ്റാം. നമ്മൾ കൊലയ്ക്ക് ഇതിനനുസരിച്ച് നമുക്ക് അറിയാൻ കയറ്റാം. കൊല ഉണ്ടെങ്കിൽ അങ്ങനെ കയറ്റാം, അല്ലെങ്കിൽ 50 ടൺ. ആ ബോയിൽ ആവശ്യമിരിക്കുന്ന സീഡ്സ് മീൻസ് ഫ്രൂട്ടെല്ലാം ഈ കണ്ടെയ്നറിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഡൈജസ്റ്റർ ഫുള്ളായതുകൊണ്ട് മാത്രമാണ് ഇത് നിർത്തിയിട്ടേക്കുന്നത്. അപ്പോൾ അത് കുറച്ച് താഴുമ്പോഴത്തേക്ക് ലെവൽ താഴുമ്പോൾ നമ്മളിത് തട്ടി തുടങ്ങും. ഇത് ഇപ്പോൾ ഫുള്ളാണ്, നിറയാം. കുറേശ്ശെ തട്ടി മേളിലോട്ട് കൊടുക്കും. പുഴുങ്ങിയ ഫ്രൂട്ട്സ് കൊലയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഇത് തട്ടി കൊലകളെല്ലാം ഇത് കൺവെയർ വഴിയാണ് നമുക്ക് ഇപ്പം ഡൈജസ്റ്ററിലോട്ട് പോകുന്നത്. പൊഴിയാൻ വേണ്ടി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിപ്പോൾ നമുക്ക് പോകുന്ന വഴി കാണാം. ഈ കൺവെയർ വഴി വരുന്ന ഈ കൊലയെല്ലാം ഇതിനകത്ത് വന്നാൽ പൊഴിയുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്യും. ഇത് സ്റ്റിപ്ലർ എന്ന് പറയും, സ്റ്റിപ്ലർ. അപ്പോൾ അതിനകത്ത് വന്ന് പൊഴിഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് കുരുവും ആ ചണ്ടിയെല്ലാം കൂടെ മാറി ചണ്ടി ഇതിലേ വന്നു ഈ കൺവെയർ വഴി അങ്ങ് പാസ് ചെയ്ത് അങ്ങ് പോകും, പുറത്ത് പോകും. പിന്നെ അത് കുരുവായിട്ട് അത് വേറെ കൺവെയറിലോട്ട് പോകത്തേ ഉള്ളൂ.
പൊഴിയുന്നത്. ഓ, അതിനകത്ത് കിടന്ന് ആ കുരുവൊക്കെ സെപ്പറേറ്റ് ആവും അല്ലേ? ഓക്കെ. ആണ് നമ്മളെ ഈ ഇതിനകത്തൊന്ന് വീഴുന്നത്, ഈ കൺവെയർ. ആ കൺവെയർ ചെയ്ത് ഈ കൺവെയറിലോട്ട് പോകും. ഈ 2 കൺവെയർ ഉണ്ട് അതിന് വേണ്ടി. ഇത് എലിവേറ്റർ. അപ്പോൾ അതിൻ്റെ ബക്കറ്റ് കൈ കൊടുക്കും. അപ്പോൾ അതിനകത്ത് വന്ന് സ്റ്റോർ ചെയ്ത് മേളിലോട്ട് പോകും. സ്റ്റോർ ചെയ്തിട്ട് മുകളിലോട്ട് പോകും. മേളിലോട്ടാണ് പോകുന്നത്. അത് പിന്നെ വേറെ സെക്ഷനാണ് മേടി, ഏറ്റവും മേടി. അത് കാണാം. 50 ടണ്ണ് 55 ടണ്ണ്. അപ്പോൾ അതിൽ കൂടുതൽ പോകത്തില്ല. ഡീസലൊക്കെ ആകുമ്പം 10-300 ടണ്ണ് അതിന് മേളിലോട്ടൊക്കെ കുറച്ച് കാണും. ഒരു വലിയ കണ്ടെയ്നർ ആണല്ലേ ഇത്? പ്ലീസ്. നമ്മൾ ഡൈജസ്റ്റർ എന്ന് പറയും. എന്താ? ഡൈജസ്റ്റർ. ഡൈജസ്റ്റർ. ഇതിനകത്തൊരു ആമുണ്ട്. അതിനകത്ത് അതും വെള്ളമോടെ മിക്സായിട്ടാണ് ഇതിനകത്ത് ഇതാവുന്നത്, ജാമാവുന്നത്. ഓക്കെ. അത് പ്രസ് ചെയ്ത് താഴോട്ട് വരും. താഴോട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എണ്ണയായിട്ട് സെപ്പറേറ്റ് ആവും. പിന്നെ ഇവിടുന്ന് ബാക്കിയുള്ള സാധനമാണ് ഈ പോകുന്നത്. ചകിരി വാങ്ങി വേസ്റ്റെല്ലാം ഇങ്ങനെ പോകും. എണ്ണയും ചകിരിയും സെപ്പറേറ്റ് ആവുന്ന സ്ഥലമാണ് അല്ലേ? എണ്ണ ഇതിനകത്ത് നിറയും. അതിനപ്പുറം എണ്ണ നിറയും. വേസ്റ്റ് എല്ലാം ഇതിനകത്തോട്ട് വരും. അതാണ് വേസ്റ്റ്. ഓക്കെ, വേസ്റ്റ് ആണ് ഇത്. ഓക്കെ. എണ്ണ വീഴുന്നുണ്ടോ? ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കുരുണ്ടല്ലോ. അപ്പോൾ ചകിരി വേർതിരിച്ചാൽ മാറും. ചകിരി മാറിയിട്ട് ഇത് ഗ്രേഡായിട്ട് തിരിക്കുന്നതാണ്. ഗ്രേഡ് റമ്മെന്ന് പറയും. അപ്പോൾ ഇവിടെ വലിയ ഹോളുണ്ട്, ചെറിയ ഹോളുണ്ട്. അത് തരംതിരിക്കുന്നതാണ്. ഗ്രേഡ് അനുസരിച്ച്. അപ്പോൾ അതാണ് ഇത്. വേസ്റ്റ് വെള്ളമായിരിക്കും അല്ലേ? അത് നമ്മൾ ആ എണ്ണ കണ്ടത് അത് സാൻഡ്രാപ്പ് ടാങ്ക് എന്ന് പറയും. അതിനകത്ത് ഒന്ന് വീഴും. അപ്പോൾ അതിനകത്ത് പല സെക്ഷനുണ്ട്. എണ്ണയുണ്ട്, ചെളിയുണ്ട്, മണ്ണുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതായിട്ട് തട്ടായിട്ട് കിടക്കുന്നത്. ഏറ്റവും മേളിലാണ് എണ്ണ. അപ്പോൾ എണ്ണ നമ്മൾ വേർതിരിച്ച് നമ്മൾ ഇതിനകത്തോട്ടാണ് വരുന്നത്. അത് വൈബ്രേറ്റർ എന്ന് പറയും. അത് അതിനകത്ത് അരിക്കുന്നത്. അതെ മേളിൽ കാണുന്നത്. ആ 2 എണ്ണം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരെണ്ണം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് അരിച്ചെടുത്തിട്ട് ഈ താഴോട്ട് വരുന്നത്. ഇവിടെ ചെളിയാണ്, ഏറ്റവും താഴെ ചെളിയാണ്. അപ്പോൾ അത് നമ്മൾ രാവിലെ ഒന്ന് തുറന്നാൽ കളയും. വേസ്റ്റ് കളയും. എണ്ണയും വെള്ളവും കൂടെ വേർതിരിക്കുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു 1.5 കോടിയുടെ ഒരു വില വരും ഈ മെഷീന്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വില കൂടിയ മെഷീനാണ് അത്. അപ്പോൾ അത് വെള്ളവും എണ്ണയോടെ സെപ്പറേറ്റ് ആക്കാനാണ് ഉപയോഗിക്കുന്നത്. വെള്ളം ആണ്ട് അതുവഴി അങ്ങ് പോവും. വേസ്റ്റായിട്ട് ഔട്ട് ഇറങ്ങി പോകും. എണ്ണ 3 ടാങ്ക് ഉണ്ടല്ലോ പുറത്ത് കാണുന്നത്. ആ 3 ടാങ്കിലോട്ടാണ് എണ്ണ അടിച്ച് കയറ്റുന്നത്. അപ്പോൾ അതുവഴിയാണ് ഫിൽറ്റർ ചെയ്തങ്ങ് പോകുന്നത്. വെള്ളം എണ്ണയും സെപ്പറേറ്റ് ചെയ്യുന്ന മെഷീനാണത്. ഏതാണ്ട് 1.5 ക്രോസ് വരും അല്ലേ വില? ഇവിടുത്തെ ഏറ്റവും റേറ്റ് കൂടിയ മെഷീനാണിത്. ഇതാണ് വേസ്റ്റ് വെള്ളം. ഓയിൽ മുകളിൽ ഫില്ലാവും. ഈ കാണുന്ന തിങ്സ് ഒക്കെ എന്താ? ഈ വലിയ വലിയ കണ്ടെയ്നേഴ്സ് കിടക്കുന്നല്ലോ, അതൊക്കെ എന്താ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ സ്റ്റോറേജ് ചെയ്യാനുള്ള ടാങ്കുകളാണ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് പിന്നെ ബാക്കിയുള്ള എണ്ണ എല്ലാം കൂടെ ഇതിനകത്തോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോറേജ് ടാങ്കുകളാണ് ഈ 3 എണ്ണം. ഇത് 3 സ്റ്റോറേജ് ടാങ്ക്സ് ആണ്. 2 types of oil can be produced from palm fruit: crude palm oil and kernel oil. This is crude palm oil. എണ്ണയും വെള്ളവും കൂടെ ആണ് ഈ വന്ന് വീഴുന്നത്. ഇനി എണ്ണ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കും, വാട്ടറിൽ നിന്ന്. എന്തോ അത്? ഫൈബർ
സൈക്ലോൺ. ഓക്കെ, അതെന്താ അത്? അത് നമുക്ക് ഫൈബറിനെ എല്ലാം വേർതിരിച്ച് അത് ബോയിലറിലോട്ട് മാറ്റാനും പിന്നെ അല്ലാതെ സ്റ്റോറേജിന് അത് നമ്മൾ ഉപയോഗിക്കും. അതിൽ കൂടെ എയർ സപ്ലൈ ചെയ്യും. അതാണ് ആ ഗ്രീൻ കളറിലുള്ള മെഷീൻ എക്യുപ്മെന്റ്. ഫ്രൂട്ട്സ് സെപ്പറേറ്റ് ആയതിനു ശേഷമുള്ള കുലകൾ ഈ ലോറിയിൽ വന്ന് നിറയുന്നത് കണ്ടോ? എങ്ങനെയാണ് ഇതിൻ്റെ ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്? വേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ബോയിലർ കത്തിക്കാനാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബോയിലർ കത്തിക്കുക ഇത് മാത്രമല്ല, ഷെല്ലുണ്ട്, ഷെല്ല് ഉപയോഗിക്കും, ഫൈബർ ഉപയോഗിക്കും, പിന്നെ ഇത് കുറച്ച് ഉപയോഗിക്കും. പിന്നെ ബാക്കിയെല്ലാം പുറത്തോട്ടാണ് പോകുന്നത്. പുറത്ത് ആൾക്കാർ കൂടുതലും വന്ന് എടുത്തുകൊണ്ട് പോകും. കൂടുതൽ ബോയിലർ കത്തിക്കാനും അങ്ങനെയൊക്കെയുള്ള പേപ്പർ മില്ലോട്ടൊക്കെ ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ബോയിലറും ഇത് യൂസ് ചെയ്ത് തന്നെ ഇതാണ് എൻ്റെ ഫ്യൂവൽ അല്ലേ, ഇവിടുത്തെ ബോയിലർ. ഓക്കെ, ഈ അവസ്ഥയിൽ നമുക്ക് കേണൽ കിട്ടുന്നത്. കേണൽ ആ അവസ്ഥയിൽ നമുക്ക് ഇത് കുരു അല്ലേ, ഇതിന്റെ സീഡാണ് അതല്ലേ, ഫ്രൂട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയ സീഡ്. ഇത് ഏറ്റവും അകത്തിരിക്കുന്ന കുരു അത് സീഡാണ്. അപ്പോൾ നമ്മൾ ഇതാ കേണൽ ഓയിലായിട്ട് യൂസ് ചെയ്യുന്നത്. കേണൽ ഓയിൽ എടുക്കുന്നത് നമ്മൾ ഇത് കേണൽ സീഡ് എന്ന് പറയും. കേണൽ സീഡ് അത് നമ്മുടെ ഈ 2 സൈലോയിലാണ് വന്ന് നിറയുന്നത്. 2 സൈലോയിൽ ഇതാ നമ്മുടെ അതിനകത്ത് ഓയിൽ എടുക്കുന്ന മെഷീനാണ്. ഇത് പ്രസ് ചെയ്യും. എന്നാൽ ഇതിനകത്ത് വെയിമുണ്ട്, അത് കറങ്ങി പ്രസ് ചെയ്തിട്ടാണ് പിണ്ണാക്ക് ഒരു സെക്ഷനിൽ പോകും, മറ്റേത് എണ്ണ വേറെ സെക്ഷനിലോട്ട് പോകും. എണ്ണ ഇതിനകത്തോട്ട് പോകും അല്ലേ? എണ്ണ ആ ടാങ്കിലോട്ട് പോകും. പ്യുവർ പാം ഓയിൽ. ഓയിൽ അവസാനം ഇത് ഓയിലായി ഇതിനകത്ത് വന്ന് നിറഞ്ഞ് കിടക്കുക. പ്യുവർ പാം ഓയിൽ. പ്യുവർ എണ്ണയാണ് ഇത്. നമ്മൾ സോപ്പ് ഉണ്ടാക്കാനും മറ്റു പല കാര്യത്തിനൊക്കെ ഇത് ഉപയോഗിക്കും. 2 തരം എണ്ണയാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്രൂഡ് ഓയിലും മറ്റേത് കേണൽ ഓയിലുമാണ്. ഇത് കേണൽ ഓയിലാണ്, വിളക്കെണ്ണയായിട്ടൊക്കെ യൂസ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമുക്ക് അത്ര അതിനനുസരിച്ച് ഇങ്ങനെ വീടത്തുള്ളൂ. ഫിൽറ്ററിങ് ടാങ്കാണത്. ഓക്കെ, ബോയിലർ അതാണ് സ്റ്റീമർ. ഇവിടുത്തെ വർക്കേഴ്സാണ് ഇവിടുത്തെ. ഓക്കെ, നമ്മൾ ഈ എണ്ണയിലൂടെ ചെറിയൊരു ഇത് ചേർക്കും, കെമിക്കൽ പോലുള്ള സംഭവം. അപ്പോൾ അതിനകത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സെക്ഷനാണ് DM പ്ലാന്റ് എന്ന് പറയും. ഇത് നമുക്ക് ഈ വെള്ളം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 കനാലുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇതിനകത്തോട്ട്. റോണി രാജ്. എത്ര നാളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നു? ഞാനിപ്പോൾ ഒരു 4 വർഷമായി. 4 years ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ റോണി രാജുവാണ് നമ്മളെ കൊണ്ടു നടന്നതെല്ലാം പരിചയപ്പെടുത്തി തന്നത് കേട്ടോ. നമ്മളെ DM പ്ലാന്റിലെ ഒരു പൂളാണ്. പൂള് നമുക്കിവിടെ എല്ലാം വെള്ളമൊക്കെ മിക്സ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യത്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നു.
അപ്പം നമുക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന റോണി നമ്മൾ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുക കേട്ടോ. ബൈ, താങ്ക് യു സോ മച്ച്. വെയിങ് മെഷീൻ ചേട്ടപ്പോൾ ബൈ കേട്ടോ. ഞങ്ങളെല്ലാം കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ബൈ. So now we are seeing the oil palms. This is in 10,000 acres. It's a big farm with oil palm, only oil palm. This is we are walking in between the palm trees and look at this view. So beautiful. Right? So You can see a pond over there and it's pretty much big. super. We are seeing here is a palm fruit which we seen before in the factory. Palm seed, palm fruit. And the seed is inside it. Yes. ഒരു pond. Super. പാം ട്രീസ് മാത്രം കേട്ടോ ഇവിടെ കാണുന്നത്. മോർ ദാൻ 10,000 ഏക്കേഴ്സിൽ കിടക്കുകയാണ് ഈ എസ്റ്റേറ്റ്.